എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കിച്ചണിലേക്ക് മേടിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഞാൻ അടുക്കളയുടെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു സ്പോഞ്ചിൻ്റെ വൈപ്പാണ്. അപ്പോൾ നമ്മുടെ അടുക്കളയിലത്തെ കിച്ചൺ സ്ലാബ് ഉണ്ടല്ലോ, കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ പാതയമ്പുറം എന്നൊക്കെ പറയില്ലേ, അത് തുടയ്ക്കാനായിട്ട് നമ്മൾ ഒരുവിധം എല്ലാവരും കോട്ടൻ്റെ തുണികൾ അല്ലെങ്കിൽ നമ്മുടെ പഴയ വേസ്റ്റായിട്ട് നമ്മൾ ഇടാത്ത ഡ്രസ്സുകൾ അതൊക്കെ ആണല്ലോ നമ്മൾ തുടയ്ക്കാനായിട്ട് എടുക്കുന്നത്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ഇത്രയും നാൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒരു സ്പോഞ്ചിൻ്റെ വൈപ്പാണ് കേട്ടോ. ഒരു സ്പോഞ്ച് മെറ്റീരിയലാണത്. മൈക്രോ ഫൈബറും അതുപോലെ സ്പോഞ്ചും കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതുകൊണ്ട് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വെള്ളം അബ്സോർബ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് വെള്ളം അങ്ങനെ ആക്കിയിട്ട് ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവില്ല. നല്ല ക്ലീനായിട്ട് തന്നെ കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 10 പീസുള്ള ഒരു പാക്കാണ് ഞാൻ എടുത്തത്. 5 പീസ് വെച്ചിട്ട് 2 പാക്കറ്റ് അങ്ങനെയാണ് ഇതിൻ്റെ ഓഫർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോട്ടൻ്റെ തുണികളൊക്കെയാണ് ഇങ്ങനെ നനഞ്ഞ തുണികളൊക്കെ പാതയമ്പുറത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അതിൽ ഈച്ചയും ഉറുമ്പൊക്കെ വരുമല്ലേ. അപ്പോൾ ഇത് സ്പോഞ്ചിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഉണങ്ങി ഡ്രൈ ആവുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണത്. എനിക്ക് നല്ല ഉപകാരമായിട്ട് തോന്നി കേട്ടോ. പിന്നെ അത് മാത്രമല്ല 10 പീസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരെണ്ണം ഉപയോഗിച്ചിട്ട് കേടായാലും നമുക്ക് അങ്ങനെ മാറ്റി മാറ്റി എടുക്കാം. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 228 രൂപയാണ് കേട്ടോ ഈ 10 പീസിന്. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങുക കേട്ടോ. പിന്നെ ഇത് നമുക്ക് കഴുകി റീയൂസബിളും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ചും കൂടി നാൾ ലാസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഒരെണ്ണം തന്നെയാണ് ഇതുവരെ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഇത് എനിക്ക് കേക്കിൻ്റെയൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് കട്ടേഴ്സും പ്ലം കട്ടേഴ്സും അതുപോലെ ലെറ്റർ മോൾഡ് കട്ടറെല്ലാം കട്ടർ തന്നെയാണ്. ആൽഫബറ്റിൻ്റെ കട്ടറും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നമ്പർ കട്ടർ ഉണ്ട് കേട്ടോ. 1 to 10 വരെയുള്ള നമ്പർ കട്ടറും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആൽഫബറ്റാണ്. ഇത് ഫോണ്ടൻ്റ് കട്ടേഴ്സാണ്. അപ്പോൾ കേക്കൊക്കെ ചെയ്യുന്നവർക്ക് ഇത് നല്ല യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ മൊത്തം 73 പീസുള്ള ഒരു കോംബോ ഓഫറായിരുന്നു കേട്ടോ അത്. അതിൽ ആൽഫബറ്റും നമ്പറും പിന്നെ ബാക്കിയുള്ളതെല്ലാം ഈ ഫോണ്ടൻറ്റിൻ്റെ ഫ്ലവർ കട്ടേഴ്സ്, ലീഫ്, പിന്നെ ബട്ടർഫ്ലൈ അങ്ങനെയുള്ള ഓരോന്നാണ് കേട്ടോ. ഇനി ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇത് റോസ് ഫ്ലവറിൻ്റെ പെറ്റൽ കട്ടറാണ്. അപ്പോൾ കേക്കൊക്കെ ചെയ്യുന്നവർക്ക് ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇത് ഒരു ഫ്ലവറിൻ്റെ ആണ് കേട്ടോ ഈ 4 സെറ്റ്. ഇത് ബട്ടർഫ്ലൈയുടെ കട്ടറാണ് കേട്ടോ. ഇത് 3 സൈസിൽ വരുന്നുണ്ട്. പിന്നെ അടുത്തത് ഒരു ഫ്ലവർ കട്ടറാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ് അല്ലെങ്കിൽ ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന ഫ്ലവേഴ്സൊക്കെ ഞാൻ പിന്നെ കേക്കിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതും ഒരു ചെറിയ ഫ്ലവർ കട്ടർ തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ. അതുകൊണ്ട് ഇതിൽ 4 സൈസ് വരുന്നുണ്ട്. അതുപോലെ ഇതും വേറൊരു ഫ്ലവർ കട്ടർ തന്നെയാണ്. ഇതൊക്കെ കേക്കിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാൻ ഇങ്ങനത്തെ ഓരോ കട്ടറിൽ കട്ട് ചെയ്തിട്ട് എടുത്താൽ നല്ല ഭംഗിയായിരിക്കില്ലേ. അധികം ഡെക്കറേഷൻസ് ഒന്നും ആവശ്യമില്ല. പിന്നെ ഇത് നമ്മുടെ അണ്ടർ സീ തീമൊക്കെ ചെയ്യുന്നതിൻ്റെ ഇത് വേറൊരു ഫ്ലവർ കട്ടർ തന്നെയാണ്. ഇതിൽ 3 എണ്ണമാണ് വരുന്നത്. അതുപോലെ ഇത് സ്റ്റാർ കട്ടറാണ് കേട്ടോ. ഇതിൽ 3 പീസ് തന്നെ വരുന്നുണ്ട്. ഇത് ലവിൻ്റെ ഹാർട്ട് ഷേപ്പിൻ്റെ ഉള്ള കട്ടറാണ്. ഇത് 3 എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ അവസാനം ഉള്ളത് ലീഫ് കട്ടറാണ്. ഇതും 3 സൈസിലുള്ള ലീഫ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഫോണ്ടൻ്റ് കട്ടേഴ്സ് മേടിച്ചിട്ടുള്ളത്. ഇത് 499 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ ഈ കോംബോ ഓഫറായിട്ട് മേടിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്താ പറയുക ഗ്ലൗ ആണ്. ഇത് ഫിംഗർ ഗ്ലൗ ആണ് കേട്ടോ. മൊത്തം കൈ കടത്തേണ്ട ആവശ്യമില്ല. സിലിക്കോണിൻ്റെ മെറ്റീരിയലാണ്.
പിന്നെ ഒട്ടും തന്നെ ചൂട് എടുക്കില്ല കേട്ടോ. പിന്നെ ഇത് ഇടാനായിട്ട് നല്ല ഈസിയാണ്. മറ്റേത് വലിയ ഗ്ലൗസൊക്കെ ഇടുമ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് നമുക്ക് പാത്രങ്ങളൊക്കെ അടുപ്പത്തിരിക്കുന്ന പാത്രങ്ങളൊക്കെ സുഖമായിട്ട് പിടിച്ചിട്ട് ഇളക്കാനൊക്കെ പറ്റും. നല്ല ഇതാണ്. ഞാൻ കുറച്ച് നാൾ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്ന ഇതാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഓവൻ്റെ യൂസിന് വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് ഫുൾ ഗ്ലൗ ആണ്. ഇത് ഇട്ട് കഴിഞ്ഞാലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇട്ടിട്ട് പാത്രങ്ങളൊക്കെ പിടിക്കുമ്പോൾ കണ്ടില്ലേ, എൻ്റെ കൈ ചെറുതായതുകൊണ്ട് തന്നെ ഈ ഗ്ലൗ ഒരു ലാർജ് സൈസുള്ള ഗ്ലൗ ആണ് കേട്ടോ. ഇതെല്ലാം ഒരേ സൈസിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ വിരലിൻ്റെ തുമ്പൊക്കെ മടങ്ങി ശരിക്കും നമുക്ക് പിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ഞാൻ മേടിച്ചിട്ടുള്ള ഫിംഗർ ഗ്ലൗ ആകുമ്പോൾ നല്ല സുഖമാണ്, നമ്മുടെ വിരൽ മുഴുവനായിട്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 199 രൂപയ്ക്കാണ് കേട്ടോ ഒരു പെയർ. പിന്നെ എനിക്കിതിൽ കുഴപ്പം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്തത് ഒരു ഗ്രീൻ കളറായിരുന്നു. പക്ഷേ എനിക്ക് ഡെലിവറി വന്നപ്പോൾ റെഡ് കളറാണ് കിട്ടിയത്. പിന്നെ സൈസൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് റിട്ടേൺ ചെയ്യാനൊന്നും പോയില്ല. കളറ് മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. പാറ്റേണും സൈസൊക്കെ സെയിം തന്നെയായിരുന്നു. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് പറയുന്നത് 2 ഓയിൽ കണ്ടെയ്നേഴ്സാണ്. ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്ന കാരണം ഞാൻ വാങ്ങിച്ച കുറച്ച് അടുക്കളയിലേക്ക് അത്യാവശ്യമുള്ള കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്താണ്. അപ്പോൾ ആദ്യം കാണിച്ചത് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ കണ്ടെയ്നറൊക്കെ ഞാൻ കുറച്ച് നാൾ മുന്നേ വാങ്ങിയതാണ്. ഇത് 1000 ml കൊള്ളുന്ന ഓയിൽ ഡിസ്പെൻസറാണ്. അപ്പോൾ നല്ല ചില്ല് ബോട്ടിലും കിട്ടും. ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് പല കളറിലും വരുന്നുണ്ട് കേട്ടോ. കളർ ബോട്ടിൽ അല്ലെങ്കിൽ പ്ലെയിൻ ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ ചില്ല് ബോട്ടിൽ അങ്ങനെ പലതും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് മേടിക്കുക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 209 രൂപയാണ് കേട്ടോ. ഈ 2 ബോട്ടിലും കൂടിയിട്ട് 209 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കുക. അപ്പോൾ ഇത് ഏകദേശം 2 വർഷത്തോളമായി ഞാൻ ഉപയോഗിക്കുന്നു. ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ അടുത്തത് മെഷ് ബാഗാണ്. ഇത് ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലൊക്കെ ഫ്രിഡ്ജിൽ കുറേ കാലം കേടുകൂടാതെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നമ്മൾ ഈ പ്ലാസ്റ്റിക് ബാഗുകളിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡപ്പകളിലൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നാൾ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 10 പീസ് ഉള്ള ഒരു ബാഗായിട്ടാണ്. അപ്പോൾ അതിന് റേറ്റ് വന്നേക്കുന്നത് 249 രൂപയാണ്. പിന്നെന്താ, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുക്കാറുള്ളത്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ. എല്ലാ വെജിറ്റബിൾസും പച്ചമുളകും തക്കാളി അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരു കേട് പോലും വരാതെ നല്ല ഫ്രഷായിട്ട് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ ഇതും ഒന്ന് ആവശ്യമുള്ളവർ മേടിക്കാം കേട്ടോ. പിന്നെ അടുത്തത് ഇത് ഹാൻഡി ചോപ്പറാണ്. ഇതിപ്പോൾ ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും അല്ലേ. വെജിറ്റബിൾ ചോപ്പർ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ചോപ്പർ, ഫ്രൂട്ട്സ് എല്ലാം ഇതിൽ ചോപ്പ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. വെറും 199 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഇതും ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും ആയിട്ടില്ല. നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാനൊക്കെ ഈസിയാണ് ഇതിൽ. അപ്പോൾ ഇതും നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. പിന്നെ അടുത്തത് നമ്മുടെ മസാല ബോക്സാണ്. ഇത് എൻ്റെ വീഡിയോയിൽ കുറേ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ മസാല ബോക്സാണ് മേടിച്ചിട്ടുള്ളത്. അതിൽ 7 ബോക്സ് ഉണ്ട്. ഏകദേശം ഒരു 150 ml ആണ് ഇതിൽ കൊള്ളുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിട്ട് ബോട്ടിലൊക്കെ വൃത്തിയാക്കി വീണ്ടും സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ സ്പൈസസ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ പൗഡറുകൾ ഇടാം. ഞാനിവിടെ മുളകും പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെയൊക്കെയാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് മേടിക്കുക. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നോക്കിയിട്ട് മേടിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 229 രൂപയാണ്. ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്തത് വാങ്ങിച്ചിട്ടുള്ളത് എയർ ടൈറ്റ് ആയിട്ടുള്ള കുറച്ച് കണ്ടെയ്നേഴ്സാണ്. ഇത് സ്റ്റീലിൻ്റെ കണ്ടെയ്നറാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ അടപ്പ് ഒരു സിലിക്കണും പ്ലാസ്റ്റിക്കും കൂടിയിട്ടുള്ള ഒരു ടൈപ്പാണ്. നല്ല മെറ്റീരിയലാണ്.
നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളാണ്. പിന്നെ വലിയ സൈസ് തൊട്ടിട്ട് ചെറിയ സൈസ് വരെ അങ്ങനെ മൊത്തം 5 കണ്ടെയ്നറുകളുണ്ട്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഫ്രിഡ്ജിൽ വെക്കാനായാലും അല്ലാതെ എന്ത് സാധനമായാലും നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സെറ്റിന് 319 രൂപയായിട്ടാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവരൊക്കെ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അല്ലാതെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണിലെ സംബന്ധിച്ചിട്ടുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അടുക്കളയിലേക്ക് ആർക്കെങ്കിലൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി വേറെ വീഡിയോയിൽ വരാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.